ഹലോ ഗായ്സ്, വെൽക്കം ടു മീരാസ് വണ്ടേഴ്സ്. ഇന്ന് എന്താണെന്നല്ലേ, ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോവാണേ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻ്റായ അസ്റ്റോറിയയിൽ കയറി ഞങ്ങൾ രാവിലെ നല്ല പൂരിയും മുട്ടക്കറിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു സ്പെഷ്യൽ സ്റ്റൂ ഉണ്ട്, അത് കയറി കഴിച്ചു. ഞങ്ങൾ വന്നെന്നറിഞ്ഞപ്പം തന്നെ അനിയൻ്റെ കുട്ടികൾ ഓടിച്ചാടി വന്ന് കണ്ട് അവളുടെ ചേച്ചീനെ കണ്ടപ്പോൾ ഉള്ള അവരുടെ സന്തോഷം. അങ്ങനെ 3 പേരും കൂടെ ആടിപ്പാടി അവർ വീട്ടിലേക്ക് പോയി. പിന്നെ അമ്മയോട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഞാനും അനിയനും കൂടെ അപ്പുറത്തെ പറമ്പിൽ കൊല എടുക്കാൻ പോയി കേട്ടോ. അത് ആക്ച്വലി ഞങ്ങളുടെ പറമ്പല്ല, പക്ഷേ എങ്കിൽ പോലും അവർ ഞങ്ങളോട് കൊല എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാഴക്കൊല വെട്ടിക്കോ ആവശ്യമുള്ള അനുസരിച്ചിട്ടെന്ന്. അവിടെ നിറച്ചും വാഴക്കൊല ഉണ്ടായിരുന്നു. ഞങ്ങളാകെ 3 എടുത്തുള്ളൂ. അത് വെട്ടാൻ അവൻ കയറി നിൽക്കുന്നതാണ് മതിലിൻ്റെ മേലെ കേട്ടോ. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അവൻ ആ കൊലയായിട്ട് അപ്പുറത്തെ പറമ്പിൽ പോകുമെന്ന്, കാരണം നല്ല ഉയരമുള്ള മതിലായിരുന്നു. പക്ഷേ ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. അത് ഞങ്ങൾ സിമ്പിളായിട്ടത് വെട്ടിയെടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് വാഴപ്പിണ്ടി വേണമെന്ന് പറഞ്ഞപ്പം അവൻ എന്താണ്ടേ ആ വെട്ടിയ വാഴയുടെ തന്നെ നല്ല അടിപൊളി നല്ല നീളമുള്ള അടിപൊളി വാഴപ്പിണ്ടിയും കൂടെ അതിൻ്റെ അകത്തുനിന്ന് എടുത്തത്. ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു തൈത്തെങ്ങ് കിട്ടിയായിരുന്നു കേട്ടോ. അതിൽ നല്ല പൊങ്ങ് കിട്ടുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വാഴക്കൂമ്പ് ഒടിച്ചു. അനിയൻ അതെനിക്ക് പൊങ്ങ് മുറിച്ച് ആ തേങ്ങ മുറിച്ച് എനിക്ക് ആ പൊങ്ങ് എടുത്ത് തന്നു കേട്ടോ. നല്ല മധുരമായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഞങ്ങൾ വെട്ടിയ കൊല. ഇതാണ്ട് വാഴക്കൂമ്പുണ്ട്, പിന്നെ ആ പൊങ്ങും പിന്നെ വാഴപ്പിണ്ടിയും എല്ലാം സെറ്റാക്കി അവിടെ വെച്ചേക്കുക. അപ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മുടെ മമ്മി എന്നെ വിളിക്കുന്നത്, വാ നമുക്ക് ചേമ്പ് പറിക്കാമെന്ന് പറഞ്ഞിട്ട്. ഞാനൊന്നും നോക്കിയില്ല, ഞാൻ അപ്പം തന്നെ ചാടി പുറപ്പെട്ടു. പിന്നെ ആദ്യമൊക്കെ മമ്മി നോക്കിയെങ്കിലും പിന്നെ ഞാനിവിടെ പിക്കാസൊക്കെ വെച്ചിട്ട് മാന്തി പൊളിച്ചെടുത്തു. 2 എണ്ണം പൊട്ടിപ്പോയി. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചേമ്പെല്ലാം ഞാൻ പറിച്ചെടുത്തു കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ഇത് പൊട്ടാതെ എടുക്കണമല്ലോ. എന്നിട്ട് 2 എണ്ണത്തിന് വെട്ടുകൊണ്ടു. എന്നിട്ട് പക്ഷേ അത്യാവശ്യം കിഴങ്ങുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 6-7 എണ്ണം ഉണ്ടായിരുന്നു തോന്നുന്നു. അത്യാവശ്യം വലിയതുമായിരുന്നു എല്ലാം. അതെല്ലാം ഞങ്ങൾ സെറ്റാക്കി കഴിഞ്ഞപ്പോൾ മമ്മി അത് പറഞ്ഞു, അതിൻ്റെ എന്നാൽ വേരെല്ലാം കൂടെ കണ്ടിച്ച് മാറ്റിയേക്ക്, ഇപ്പം തന്നെ നമുക്കത് നടാനുള്ള പരുവത്തിലേക്ക് ആക്കാമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നടാമെന്ന് പറഞ്ഞാൽ ഇപ്പം നടുവല്ല, അതിനുള്ള കഷ്ണങ്ങളൊക്കെ ആക്കി അതിൻ്റെ വേരെല്ലാം കളഞ്ഞ് അതിനെ പീസൊക്കെ ആക്കി നടാനുള്ള ആ ഒരു ലെവലിലേക്ക് തന്നെ മമ്മി ആ സമയത്ത് തന്നെ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഈ സമയത്ത് ഞങ്ങൾ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അറിയോ? ഈ സമയത്ത് മമ്മി എന്നോട് പറയാം, ഇവിടെ ഈ ഒരു ടൈപ്പ് ചേമ്പ് മാത്രമല്ല മീര ഉള്ളത്, ഇവിടെ ഒരു വെറൈറ്റി ചേമ്പ് ഇരിപ്പുണ്ട് എന്ന്. ഞാൻ ഈ വെറൈറ്റി ചേമ്പോ ഞാൻ നോക്കിയിട്ട് അവിടെയൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. അങ്ങനെ മമ്മി എന്നെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയപ്പം ഞാൻ ചില മറ്റേ യൂട്യൂബ് വീഡിയോസിൽ മാത്രം കണ്ടിരിക്കുന്ന ഒരു ചേമ്പ്, എൻ്റെ ദൈവമേ, എനിക്കത് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം അതേതാണെന്നറിയോ? നമ്മുടെ ചീരച്ചേമ്പ്. ഞാൻ ഒരുപാട് നാളായിട്ട് നോക്കി നടന്നതാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ മാത്രം കണ്ടിട്ട് പെട്ടെന്ന് ആ സാധനം അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ. ഇത് പറഞ്ഞാൽ മമ്മിക്ക് പോലും അത് അറിയത്തുണ്ടായിരുന്നില്ല അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. മമ്മി എന്നോട് പറയാം, എല്ലാ വർഷവും അതവിടെ തന്നെ കിളിച്ച് വരും, ആരും മുറിക്കാത്തതുകൊണ്ട് പിന്നെ അതെല്ലാം വെയിലാകുമ്പോൾ വാടിപ്പോവും, പിന്നെ അത് വീണ്ടും കിളിച്ച് വരും. അങ്ങനെ കിളിച്ചൊരു 5-6 ചോട് നിറച്ച് അവിടെ പിടിച്ച് നിൽക്കുന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ അപ്പം തന്നെ മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്കും വേണമെന്ന് പറഞ്ഞ് അത് ഞാൻ എടുക്കുക ചെയ്തത്. പിന്നെ നിങ്ങളിൽ ചില ആൾക്കാർക്കൊക്കെ സംശയം തോന്നും, ഞാൻ എന്തിനാണ് 3-4 കൊലയൊക്കെ എടുത്തിട്ട് വരുന്നതെന്നുള്ളത്. ആക്ച്വലി ഇത് പാളയംകുടം പഴമാണ്, ഞാൻ കഴിക്കാറില്ല, ഞാനും കഴിക്കാറില്ല, വീട്ടിലാരും കഴിക്കാറില്ല. പിന്നെ നമുക്കറിയാവുന്ന ഇത് ഈ പഴം ഇഷ്ടമുള്ള ആൾക്കാർക്കും അല്ലെ ബാക്കിയുള്ള നമ്മളെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടത്തില്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഇത് കഷ്ടപ്പെട്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ചീരച്ചേമ്പ്, കണ്ടില്ലേ എന്ത് രസമാണ്. ഇത് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു അപ്പുറം ഇപ്പുറം. അത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പിലയുടെ കൂട്ടത്തിൻ്റെ ഇടയിലായിരുന്നു നിന്നത്. പിന്നെ അതുകൊണ്ട് കറിവേപ്പും പോവാതെ പതുക്കെ വേണമായിരുന്നു ഇത് എടുക്കാൻ വേണ്ടി. പിന്നെ അടിയിൽ കിഴങ്ങൊന്നും ഇല്ലാഞ്ഞത് കൊണ്ടിട്ട് നമുക്ക് എളുപ്പമായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി അധ്വാനിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. കുറേ നാളുകൾക്ക് ശേഷം ഈ പിക്കാസൊക്കെ യൂസ് ചെയ്യുമ്പോഴേ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. വീഡിയോ തുടങ്ങിയ സമയത്ത് അതിനകത്തൊരു മാവ് കാണിച്ചില്ലേ, അത് ഈ മമ്മിയുടെ വീട്ടിലാണ് കേട്ടോ. ആക്ച്വലി അടിപൊളി മാങ്ങാപ്പഴം. അത് ജ്യൂസൊക്കെ അടിക്കാനാണ് ഏറ്റവും അടിപൊളി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ജ്യൂസ് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പറിച്ച സാധനങ്ങളെല്ലാം കൂടെ അടുക്കി വെച്ചേക്കുന്നത് കണ്ടില്ലേ. ചേമ്പുണ്ട്, താളുണ്ട്, പിന്നെ ആ ചീരച്ചേമ്പുണ്ട്. ഇതെല്ലാം എടുത്ത് ഞാൻ പോകുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെളിയിലോട്ട് പോകാമെന്ന്. വെറുതെയാണ് ഗൈസ്, ഞാൻ മതിലിയാടാൻ പോവാണ്. കുഞ്ഞിലെ മുതൽ ഞങ്ങൾ മമ്മിയുടെ വീട്ടിലേക്ക് വരുന്നതും പോകുന്നതും ഒക്കെ മതിലിയാടി തന്നെയാണ്. ഞാനായാലും ആങ്ങളെയായാലും. ഞാൻ ചാടുന്ന കണ്ടപ്പോൾ എൻ്റെ നാത്തൂനും ഒരാഗ്രഹം, എന്നാൽ ഞാനും മതിൽ ചാടി ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ട് അവളും മതിൽ ചാടിയാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ എടുത്ത സാധനങ്ങളെല്ലാം അതേ കാറെ കൊണ്ട് അടുക്കി വെച്ചു. ആ സമയത്ത് എന്നോട് അവൾ പറഞ്ഞത് എന്താണെന്നറിയോ, ഈ കാർ ഇപ്പം കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു കാടല ഈ എറണാകുളത്തേക്ക് പോകുന്ന പോലെ ഉണ്ടെന്ന്. ഗൈസ്, എനിക്കൊരു വലിയൊരു അബദ്ധം ഇതിലൂടെ പറ്റി. എന്താണെന്നല്ലേ, ഈ അപ്പുറം ഇപ്പുറം വീട്ടിൽ നിന്നൊക്കെ ഞാൻ എല്ലാ സാധനവും എടുത്തത് നിങ്ങൾ കണ്ടില്ലേ. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊച്ചിക്ക് പോരുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.